ഐസിസ്റ്റുവിൻ്റെ നമ്മുടെ കോർ അസംബ്ലിയുടെ വർക്കാണ്. കോർ അസംബ്ലിയും കൂടെ കയറി കഴിഞ്ഞാൽ ഇനി പിസ്റ്റോൺ റെഡിയാക്കി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതെ അതെ ഒരേ സിലിണ്ടറിന്റെ പാക്കിങ് വെട്ടിയിട്ടുണ്ട്. അതായത് നമ്മളൊരു പേപ്പർ വെട്ടിയതാണ്. നമ്മുടെ ഒറിജിനൽ പാക്കിങ് ഇരിപ്പുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ അതിടുന്നില്ല. ഇപ്പം തൽക്കാലം വെട്ടിയിടുവാണ്. എന്തെങ്കിലും ഒന്ന് അഴിക്കേണ്ടി വന്നാലോ. അപ്പോൾ ലാസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒറിജിനൽ പാക്കിങ് ഇടത്തുള്ളൂ. ഇത് നമ്മൾ പേപ്പറിനകത്ത് വെട്ടു. അപ്പോൾ ഒരെണ്ണം നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വെട്ടാൻ പോകണേ. ഇവിടെ പിസ്റ്റൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സിലിണ്ടർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ACG സ്റ്റാർട്ടറിൽ വർക്ക് ചെയ്യാൻ നോക്കിയത് ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലഗ് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ക്രാങ്ക് ചെയ്യത്തില്ല. കാരണം ക്രാങ്കിനെ കൂടെ നമ്മുടെ ACG വലിച്ച് കറക്കുന്നില്ല. പ്ലഗ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കംപ്രഷനെ ഇത് പിടിച്ച് കറക്കത്തില്ല ACG. അപ്പോൾ നമ്മൾ ACGയുടെ സ്റ്റാർട്ടർ വർക്ക് ചെയ്യിക്കാതെ അതിൻ്റെ കോയിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ കിക്കർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്ലച്ച് സൈഡൊക്കെ അടച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ട സ്പ്ലെൻഡറിൻ്റെ ഷാഫ്റ്റിനകത്താണ് ഉണ്ടാക്കിയത്. കിക്കർ ഷാഫ്റ്റെല്ലാം ഒടിഞ്ഞു പോയതായിരുന്നു. കിക്കർ ലാസ്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് വീണ്ടും. കാരണം കിക്കറെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്യണം. അത് പിന്നെ മതി. 2 കഷ്ണം ട്യൂബ്. നമ്മുടെ ACG സ്റ്റാർട്ടറിൻ്റെ വർക്ക് ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി എടുക്കത്തില്ല. നമുക്കൊരു 160 വരെ ഉള്ള നമുക്ക് ACG സ്റ്റാർട്ടർ, അതായത് പുതിയ ആക്റ്റീവ പോലുള്ള വണ്ടികൾ, പിന്നെ അല്ലാതെ പുതിയ ബൈക്കിനല്ലേ വന്നേക്കുന്നത്. അതൊരു 160 വരെ വന്നിട്ടുള്ളൂ. നമ്മുടെ 180cc ആണ്. അപ്പോൾ അതിനെ അത്രയും പിടിച്ച് കറക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ACGക്ക് ഇല്ല. പിന്നെ ഓൾറെഡി വന്ന ACGക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ACG സ്റ്റാർട്ടറിൻ്റെ CDA കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ല മെയിൻ പ്രശ്നം. നമ്മൾ മെയിനായിട്ട് ഇത് ACG കറക്കുന്നില്ല, പിടിച്ച് കറക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്ത CID ഫ്ലോപ്പായി പോയി. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ പുതിയ സിസ്റ്റം ചെയ്യാൻ പോവാണ്, പുതിയ CD ചെയ്യാൻ പോവാണ്. അതിന് വരുന്നത് നമുക്ക് 2 പിക്കപ്പ് കോയിൽ, 2 CDA, 2 ഇഗ്നീഷൻ, ആ രീതിയിലാണ്. നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് ടൈമിങ്ങിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നമ്മൾ ലേറ്റിലോട്ട് പോവാം. വണ്ടിയെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് പറ്റുന്നില്ല. ടൈമിംഗ് റോങ് ആണ്, ടൈമിംഗ് സെറ്റ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്ത ഈ CDയുടെ പ്രശ്നമാണ്. നമ്മൾ CDയെ വീണ്ടും മാറ്റി ചെയ്യാൻ പോവാണ്. പുതിയ CDA ചെയ്യാനായിട്ടുള്ള പരിപാടി ഇതേ ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ വാരി കൂട്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇന്ന്
എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ വേണ്ട സാധനങ്ങളൊന്ന് ആലോചിച്ച് കുറേ പിറകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ ലേത്തെ കയറ്റി വെച്ച് നമ്മുടേതായിട്ടുള്ള പുതിയ ഐഡിയയിൽ ചെയ്യാന്നുള്ള പരിപാടി. ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും രൂപത്തിൽ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ ചെയ്യാൻ നോക്കിയാണേ. പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മുടെ YCS2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ വർക്ക് നമ്മൾ ഇതിനകത്ത് കുറേ അധികം വർക്ക് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഇപ്പം ഇതിൻ്റെ CD അതിന് ടൈമിംഗ് സൈഡിൽ നമുക്ക് കോർ അസംബ്ലി ഇല്ലായിരുന്നു. അപ്പോൾ കോർ അസംബ്ലി ചേഞ്ച് ചെയ്തിട്ട് നമ്മളത് ഒരു ആക്റ്റീവയുടെ ഒരു കോറിനകത്ത് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് നമ്മളതിനെ CD ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത CD ആണ്. ഇതിന് 2 പിക്കപ്പ് കോയിൽ, 2 CDA, 2 ഇഗ്നീഷൻ, ഇങ്ങനെയാണ് നമ്മൾ 2 സിലിണ്ടറിന് 2 ടൈമിംഗ് ആണ്. ആ രീതിയിലാണ് സെറ്റ് ചെയ്തത്. എന്തായാലും അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടൈമിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ പിസ്റ്റൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പിസ്റ്റൺ പഴയതാണ്. ഒരു പിസ്റ്റൺ നമ്മൾ കവാസാക്കിയുടെ ഒരു പിസ്റ്റൺ ഫുള്ളേ തകർന്നു പോയതായിരുന്നു. അപ്പോൾ ഒരു പിസ്റ്റൺ നമ്മൾ കവാസാക്കിയിൽ ഓൾട്ടർ ചെയ്തിട്ടാണ്. അപ്പോൾ കംപ്രഷൻ്റെ ചെറിയ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അടുത്തതായി ചെയ്തേക്കുന്നത് നമ്മൾ കാർബേറ്ററും വളരെ മോശമായിരുന്നു ഇതിൻ്റെ കാർബേറ്റർ ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ M80യുടെ കാർബേറ്ററാണ്. അപ്പോൾ M80യുടെ കാർബേറ്ററിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയ കയറ്റത്. M80യുടെ കാർബേറ്റർ വെച്ചതിന് കാരണം വേറെ കാർബേറ്റർ ഒന്നും ഇതിനകത്ത് സൂട്ട് ആകത്തില്ല. നമ്മുടെ കേസ് മുട്ടുന്നതുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മളിത് വെച്ചത്. നമ്മൾ പഴയ കാർബേറ്ററിനെ ഓക്കെ ആക്കി എടുക്കും നമ്മൾ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളാണ് അതിന് ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഞ്ചിൻ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം എഞ്ചിൻ്റെ പല ഭാഗങ്ങളും ടൂൾ യൂസ് ചെയ്യാതെ, നിങ്ങൾ പഴയ വീഡിയോ കണ്ട് കാണും, ടൂൾ യൂസ് ചെയ്യാതെ മൊത്തം തകർത്ത് കളഞ്ഞായിരുന്നു. നമ്മളതിനെല്ലാം തിരിച്ച് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.